വണ്ടിയുടെ മൈലേജ് നേരത്തെ ജൂപ്പിറ്ററിന് 62 ആണെങ്കിൽ ഇതിന് 10%. ബോഡി ബാലൻസ് ടെക്നോളജി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലേഡീസിന് ഈസി ആയിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നതാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിഷ് മച്ചാൻസ് വ്ളോഗ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് TVS ജൂപ്പിറ്ററിൻ്റെ 2024 വേർഷനാണ്. ഏറ്റവും പുതിയ ജൂപ്പിറ്റർ. അതാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ പ്രാവശ്യത്തെ TVS ജൂപ്പിറ്റർ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് തന്നെ നമ്മുടെ ഈ ഒരു ഹോഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ TVSൻ്റെ ആ ഒരു ഡിസൈൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കളറും ആ ഒരു ബ്ലാക്ക് കോംബോയും കൂടെ വരുമ്പം അടിപൊളിയാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് TVSൻ്റെ ഈ കളർ തന്നെയാണ്. വണ്ടിയുടെ ടയർ വരുന്നത് 90/12 ആണ്. 12 ഇഞ്ചാണ് വരുന്നത്. നൈസ് ഒരു അലോയ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കോണ്ട 550F എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട് TVS iGo അസിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിഗോ, TVS ഇൻ്റലിഗോ എന്നാണ് പറയുക. ഒരു ടെക്നോളജി ആയിട്ടാണ് ഇവർ പറയുന്നത്. അതിനകത്ത് ഈ അസിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കൊരു അസിസ്റ്റൻസ് എപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതലായിട്ട് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഹോണ്ട വണ്ടികളുടെ, ആക്റ്റീവ് പോലത്തെ വണ്ടികളുടെയൊക്കെ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ TVSൻ്റെ ജൂപ്പിറ്റർ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ യൂസർ റിവ്യൂ വീഡിയോസ് എല്ലാം കിട്ടും. വിത്തൗട്ട് എനി ഡൗട്ട് നമ്മുടെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി എടുക്കാൻ പറ്റുന്നതാണ്. ബാക്കി കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല 2 മിറേഴ്സ് വരുന്നുണ്ട്. ഇവിടെയും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോഡി കളർ ഇവിടെയും വരുന്നുണ്ട്. ഈ ലൈറ്റിൻ്റെ പേരാണ് ഫ്രണ്ട് ഇൻഫിനിറ്റി ലൈറ്റ് ബാർ. ഈ കാറിനകത്തൊക്കെ നമ്മൾ ബാർ ലൈറ്റ് വെക്കും അല്ലേ, അതുപോലെ തന്നെയാണ് ഫുള്ളി ഇങ്ങനെ ലൈറ്റ് വന്നിരിക്കുകയാണ്. നല്ല സ്റ്റൈലായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ഒരു മോഡേൺ ലുക്ക് തരുന്നൊരു വണ്ടിയാണ് നമ്മുടെ TVS ജൂപ്പിറ്റർ. എന്താണ് ഫോളോ മീ ഹെഡ് ലാമ്പ്സ്? ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഇതൊരു ഫോളോ മീ ഹെഡ് ലാമ്പാണെന്ന്. നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ലൈറ്റെല്ലാം ഓഫാക്കി നേരെ നമ്മുടെ ഓഫീസിൽ പോകുന്നു. തിരിച്ചു വരുന്ന സമയത്ത് വെട്ടമൊന്നും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലല്ലേ. ആ സമയത്ത് ഈ വണ്ടിയായിട്ട് നമ്മൾ നേരെ വരുന്നു. കീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു 30 സെക്കൻഡ് ഈ ലൈറ്റ് ഇങ്ങനെ ഓണായി കിടക്കും. ആ സമയം കൊണ്ട് നമ്മുടെ വീട്ടിലെ ഡോറൊക്കെ തുറന്ന് അകത്ത് കയറാം. അതാണ് നമ്മുടെ ഫോളോ മീ ഹെഡ് ലാമ്പ്സ്. ഒരു ഫീച്ചർ പോലെ തന്നെയാണ് അവർ തരുന്നത്. അതൊരു വലിയ ഗുണകരമായ സംഭവം തന്നെയാണ്. ഫ്രണ്ട് ഹാൻഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നീഷനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ഇക്കോ കൺട്രോൾ ഇഗ്നീഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ലിറ്ററിൻ്റെ ഒരു അമേസിങ് എന്താ പറയുക, ഒരു ഗ്ലൗ ബോക്സ് പോലെ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്ത് ഇവിടെ വെക്കാം. അപ്പോൾ സ്പെസിഫിക് സ്ലോട്ടാണ്, നമുക്ക് മൊബൈൽ ചാർജ് ചെയ്ത് വെക്കാം. അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ ഇടാൻ പറ്റുന്നതാണ്. ഈ ഇഗ്നീഷൻ കൊണ്ട് തന്നെ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ പെട്രോൾ ടാങ്ക് തുറക്കുക എന്നുള്ളതാണ്. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് തുറക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അസിസ്റ്റ് എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് വണ്ടിയൊക്കെ പോയി ട്രാഫിക്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സെക്കൻഡ്സ് കഴിയുമ്പോൾ വണ്ടി ഓഫായി പോകുന്നു. അത് കഴിഞ്ഞ ശേഷം 2 പ്രാവശ്യം ഇതുപോലെ ഹാൻഡിൽ ഇത് കൊടുക്കും, വണ്ടി വീണ്ടും ഓണായി വരുന്നു. അപ്പോൾ ഓണായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രാഫിക്കിൽ നിന്ന് പിന്നെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഓപ്ഷനാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഓഫാക്കാം, വേണേൽ ഓണാക്കാം. ഈ എയുടെ അവിടെ ഈ ക്ലോസ് ഇട്ടിരിക്കുന്ന അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫാവും. ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജി ഓണാവും. ഇതാണ് നമ്മുടെ ആ ഒരു സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് എടുത്തു പറയാനുണ്ട്. കാരണം നമുക്കിവിടെ ഓപ്ഷൻസ് മോഡ് റീസെറ്റൊക്കെ വന്നിട്ടുണ്ട്. മോഡിനകത്ത് നമുക്ക് പല ഓപ്ഷൻസ് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്കോണമി, ആവറേജ് എക്കോണമി, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ്, റേഞ്ച്, ട്രിപ്പ് മീറ്റർ, ഫ്യൂവൽ മീറ്റർ, ആവറേജ് ഫ്യൂവൽ റേഷ്യോ എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫുള്ളി കളേർഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെ നമുക്ക് TVS അതും നമ്മുടെ TVSൻ്റെ ജൂപ്പിറ്റർ തരുന്നു. ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഇതിൻ്റെ ഓപ്ഷൻ ഡിം ആൻഡ് ബ്രൈറ്റ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നല്ലൊരു ഹോണാണ് വരുന്നത്. പിന്നെ നല്ലൊരു ഗ്രിപ്പിംഗ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സ്മാർട്ട് എക്സ് കണക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ സ്മാർട്ട് എക്സ് കണക്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സ്മാർട്ട് എക്സ് കണക്റ്റിൽ നമ്മുടെ മൊബൈലായിട്ട് ഒരു എക്സ് കണക്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക്
ഡൗൺലോഡ് ചെയ്യുക. അത് ത്രൂ നമുക്ക് മൊബൈൽ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ വണ്ടിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ ഫർദറായിട്ട് പറയുന്നുണ്ട്. സീറ്റിനെ കുറിച്ചാണ് എടുത്ത് പറയേണ്ടത്. ലോങ് സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജൂപ്പിറ്റർ എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. അതിൻ്റെ എക്സോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എക്സോസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫാന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓയിലിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്കിലും വരുന്ന ടയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 90/12 തന്നെ സെയിം തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റലീഗോ അസിസ്റ്റൻസ് ഉള്ള ആ ടെക്നോളജിയുള്ള സെഗ്മെൻറ്റിൽ ഫസ്റ്റാണ് നമ്മുടെ TVS ജൂപ്പിറ്റർ വരുന്നത്. അതുപോലെ തന്നെ 2 മോഡൽസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഡിസ്ക് SXCയും അതുപോലെ തന്നെ ഡ്രം SXCയും ആണ്. 2 ഓപ്ഷനിലാണ് വരുന്നത്. ഏതൊക്കെ കളർ വരുന്നു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വലിയ പൊക്കം ഇല്ലാത്തവർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. ഫ്ലാറ്റ് ഫുട്ടാണ്, കണ്ടോ, കാല് മൊത്തം ഞാൻ കുത്തിയിട്ടുണ്ട്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആണ് ഈ വണ്ടി എന്ന് പറയുന്നത്, TVS ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസി ആയിട്ട് കാലൊക്കെ വെച്ച് നമുക്ക് പോകാം. നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കാര്യങ്ങളുണ്ട്. ഗ്യാസൊക്കെ അത്യാവശ്യം വെക്കുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആവശ്യത്തിനുള്ള സ്പേസ്, ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കൂടുതലും ഈ ഫാമിലി ആയിട്ടുള്ള അരി കാര്യങ്ങളൊക്കെ വെക്കാൻ ഉള്ള രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫുഡ് സ്റ്റെപ്പായിട്ട് ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിക്ക് സ്റ്റാർട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കിക്ക് സ്റ്റാർട്ട് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലേഡീസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ഗ്രാബ് റെയിലെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒരു TVS എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. സ്റ്റോപ്പ് ലൈറ്റ് നല്ല അടിപൊളി സ്റ്റോപ്പ് ലൈറ്റ് ആണ് വരുന്നത്, വെറൈറ്റിയാണ്. ഇതിനകത്തൊരു എമർജൻസി ബ്രേക്കിംഗ് അലേർട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മളൊരു 55 km/h സ്പീഡിൽ പോവുകയാണ്, പെട്ടെന്ന് പോയി ബ്രേക്ക് ചെയ്തു, ആ സമയത്ത് സാറ്റലൈറ്റ് 4 കത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറകിൽ നിന്ന് വരുന്നവർക്ക് ഒരു അലേർട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ പെട്ടെന്ന് വണ്ടി നിർത്തണം, അലേർട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് വരുന്ന ബോഡി കളറാണ്. നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ബാക്കിൽ വരുന്ന. ഒരു പ്രീമിയം ടച്ച് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇഗ്നീഷ്യനിൽ ഇങ്ങനെ ആക്കിയിട്ട് നേരത്തെ സീറ്റ് തുറന്നു. അപ്പോൾ സീറ്റ് തുറക്കുമ്പോൾ വാവ്, വമ്പൻ സ്പേസാണ്. നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഡിസൈനൊക്കെ കാണുമ്പോൾ അറിയാം, ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള പാകത്തിന് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അറേഞ്ച്മെൻ്റ് ഉള്ള, കാരണം ഞാൻ എൻ്റെ പല DOയിലൊക്കെ ഞാനിങ്ങനെ അടയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല, നല്ല സ്പേസാണ്. 2 ഹെൽമെറ്റ് അടിപൊളിയായിട്ട് വെക്കാം. 33 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ ഫ്രണ്ടിലെ ബൂട്ട് സ്പേസ് ഞാൻ പറഞ്ഞു, 2 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് വരുന്നത്. ലോങ് സീറ്റ് വരുന്നുണ്ട്. എന്തുകൊണ്ടും ജൂപ്പിറ്റർ കലക്കിയിട്ടുണ്ട്. ഇത് പറയാൻ പോകുന്ന വണ്ടിയുടെ ഡയമെൻഷനെ കുറിച്ചാണ്. 1848 × 665 × 1258 mm ആണ് വണ്ടിയുടെ ഡയമെൻഷൻ വരുന്നത്. വണ്ടിയുടെ വീൽ ബേസ് വരുന്നത് 1275 mm ആണ്. വണ്ടിയുടെ കർബ് വെയിറ്റ് വരുന്നത് 105 കിലോയാണ് വരിക. വണ്ടിയുടെ പേ ലോഡ് വരുന്നത് 150 kg ആണ് വരിക. നമ്മുടെ ഈ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഇൻ്റലീഗോ അസിസ്റ്റ് ഉള്ള ഈ വണ്ടി TVS ജൂപ്പിറ്റർ എന്തുകൊണ്ടും മറ്റു വണ്ടികളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച വണ്ടിയാണെന്ന് തന്നെ വേണം പറയാൻ. വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് വണ്ടിക്ക് വലിയ ഗുണങ്ങളാണ് വരിക. വണ്ടിയുടെ എഞ്ചിൻ വരുന്നത് 113.3 cc, 113.3 cc ആണ് വരിക. BS6 4-stroke CVTi ഫ്യൂവൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് വരിക. മാക്സിമം പവർ വരുന്നത് 5.9 kW അല്ലെങ്കിൽ 9.2 HP. ടോർക്ക് വരുന്നത് 9.8 Nm ടോർക്കാണ് വരുന്നത്. 5000 RPM ആണ് ഇത് വരിക. ട്രാൻസ്മിഷൻ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിക്ക് ഉള്ളിൽ വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 12 വോൾട്ട് 5 ആംപിയർ ബാറ്ററി വരുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ ഒരു എഞ്ചിനെ കുറിച്ച് എടുത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് അറിയേണ്ട വണ്ടിയുടെ മൈലേജിനെ കുറിച്ചാണ്. നേരത്തെ ജൂപ്പിറ്ററിന് 62 ആണെങ്കിൽ ഇതിന് 10% കൂടുതൽ മൈലേജ് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ റിവ്യൂ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ വരുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചാണ്. 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വെച്ചാൽ 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരിക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐക്കാർഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസർ റിവ്യൂ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാം.
ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ഓടിക്കുന്നില്ല. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടേ ഓടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ട് ഔട്ട് ജനറേറ്ററാണ്. സാധാരണ ജൂപ്പിറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഒച്ചയുണ്ടല്ലേ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒച്ചയൊന്ന് കേട്ടോളാം. ഇപ്പോൾ നല്ല സൈലൻ്റ് ആണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒച്ചയാണ്, തീരെ സൗണ്ട് ഇല്ല. ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് വരുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ആ ഒരു ലെഗ് സ്പേസ് തന്നെയാണ്. കാരണം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി പരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മെറ്റൽ മാക്സ് ബോഡിയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ടേൺ സിഗ്നൽ ലാമ്പ് റീസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റർ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്റർ ഓഫാവും. നമ്മളിതിന് ഓഫാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴും ഓഫാവും. അത് നേരത്തെയൊക്കെ നമ്മുടെ പൾസറിലൊക്കെ കാണുന്ന പോലത്തെ സംഭവം തന്നെയാണ് ഓട്ടോ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സഡൻ ബ്രേക്കിംഗ് അലാറംസ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 55 km/h പോകുന്നു. സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. പുറയിലെ ആൾക്കാർ അലേർട്ട് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റ് കത്തുന്നു. അത് നമുക്ക് സേഫ്റ്റിക്ക് ഗുണമാകുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് ഫ്രണ്ട് ഫ്യൂവൽ ഫില്ലിങ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക, നമുക്കിനി തുറന്ന് ഇറങ്ങുമൊന്നും വേണ്ട, നേരെ ഫ്യൂവൽ ഫില്ല് ചെയ്ത് അങ്ങ് പോവാം. നമ്മുടെ വളരെ ഹാൻഡിയാണ്, പെട്ടെന്ന് തന്നെ തുറക്കുന്നു, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നു, പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ് വിത്ത് മൊബൈൽ ചാർജർ. പുട്ട് യുവർ ഡിവൈസ് ഓൺ ദ ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് നേരെ മൊബൈൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് കേബിൾ നമ്മൾ കരുതിയാൽ മാത്രം മതി. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് സ്റ്റാർട്ടും കിക്ക് സ്റ്റാർട്ടും ഉണ്ട്. കിക്ക് സ്റ്റാർട്ട് ഇപ്പോൾ അവരോട് പറഞ്ഞ് നമ്മൾ അവൈലബിൾ ആക്കണം. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രണ്ട് വിസിബിലിറ്റി തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ റോഡ് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. പല ആൾക്കാരും നമ്മുടെ ഈ കളറ് കണ്ടിട്ട് നോക്കുന്നുണ്ട്, ആ ഒരു ബ്യൂട്ടി, ആ ഒരു സ്റ്റൈലിഷ് ലുക്ക്, ഇത് ഏതാണ് ആ പുതിയ വണ്ടി എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് എനിക്ക് ഓടിച്ച ഫീൽ ചെയ്ത് ബെറ്റർ ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓൺ എവറി ടെറൈൻ. കാരണം പല ടെറൈനിൽ കൂടെ തന്നെ നമ്മളിപ്പോൾ ഞാൻ ടാറ്റ റോഡിൽ കൂടെ അല്ലാത്ത സ്ഥലത്തൂടെയൊക്കെ ഓടിച്ച് നോക്കിയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു നല്ല ബാലൻസ് കിട്ടുന്നു. കാരണം ലേഡീസൊക്കെ വണ്ടി ഓടിക്കുന്നതാണ്, ജെൻസും ഒക്കെ ഓടിക്കുന്നത്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുന്നത്, ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ബാലൻസിൻ്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് അവർ പ്രത്യേകം അവർ ചെക്ക് ചെയ്ത് തന്നെയാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവ് അസിസ്റ്റായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു സ്മാർട്ട് എക്സ് കണക്റ്റ് വെച്ചിട്ടുള്ള ഒത്തിരി അസിസ്റ്റൻസ്, നാവിഗേഷന്, ബ്ലൂടൂത്ത് എല്ലാം നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. റഫ് ടെറൈനിൽ വളരെ ഈസി ആയിട്ട് പോകാം. സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത് അതാണ്, ഗോ ത്രൂ റഫ് ടെറൈൻ വിത്ത് ഈസി ആയിട്ട് നമുക്ക് റഫ് ടെറൈനിൽ കൂടെ വണ്ടി കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം. നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലി ആയിട്ട് ഇപ്പം 3 പേരൊന്നും പോകാൻ പറ്റില്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ല ആൾക്കാരെയൊക്കെ ഇരുത്താനുള്ള സീറ്റാണ്. അത്യാവശ്യം വൈഡർ ആൻഡ് ലോങ്ങർ സീറ്റാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് ഒരു ലോങ് ജേണി പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മടുപ്പടിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇത് ഇരുന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുക, കാലിനൊക്കെ ഒരു സ്ട്രെയിൻ തോന്നുക, നടുവിനൊരു സ്ട്രെയിൻ, അത്ര സ്ട്രെയിൻ നമുക്ക് തോന്നത്തില്ല. ഓഫ് കോഴ്സ് ഇതൊരു ടൂറിങ് വണ്ടിയൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നമുക്ക് പർപ്പസ്ഫുള്ളാണ്, നമുക്കൊരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടിയായിട്ട് പോകാം. ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡിൽ പോകുമ്പോൾ എനിക്കൊരു 83 വരെ എനിക്ക് എത്താൻ പറ്റില്ല. കാരണം പുതിയ വണ്ടിയാണ്, വണ്ടി ട്യൂൺ ചെയ്ത് എല്ലാം സെറ്റ് സർവീസ് ചെയ്ത് എല്ലാം ട്യൂൺ ചെയ്ത് വരണം. പക്ഷേ എനിക്ക് 83 വരെയാണ് എത്താൻ പറ്റിയത്. ഞാൻ ഒരിക്കലും ഈ വണ്ടിയുടെ സ്പീഡ് ചെക്ക് ചെയ്യാനല്ല, വണ്ടിയുടെ ആക്സിലറേഷൻ കം പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം 83 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. വണ്ടിയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിക്കപ്പ് എന്ന് പറയുന്നത് ഒരു നോർമൽ പിക്കപ്പാണ് വണ്ടിക്ക് വരിക. വളരെ സൈലൻറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ഒന്നും അറിയത്തില്ല, വണ്ടി ഇലക്ട്രിക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് വരിക. പിന്നെ നമുക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ച് നല്ല രീതിയിൽ പോകാം. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടിയാണ്. സ്മൂത്തായിട്ട് വണ്ടി ആ ഒരു ടെമ്പോ അച്ചീവ് ചെയ്യത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് എന്താ പറയുക, സഡൻ പിക്കപ്പ് എന്നൊന്നും പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല, നോർമൽ പിക്കപ്പാണ് വരിക. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ ഇച്ചിരി സമയമെടുത്ത് സ്പീഡ് അച്ചീവ് ചെയ്യാൻ ഓപ്പൺ റോഡിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ മെയിൻ സംഭവം വരുന്നത്. എപ്പോഴും ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടി ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബ്രേക്കിംഗ് കിട്ടും. ബ്രേക്ക് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2 ബ്രേക്കും കൂടെ ഒരുമിച്ച് ബ്രേക്ക് ചെയ്യുക. പിന്നെ മിററിൽ നിന്നുള്ള വിസിബിലിറ്റിയൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മിറർ നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓവറോൾ ലുക്സ് വൈസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നല്ല ലുക്കാണ് വണ്ടി വരിക.
ഞാൻ നേരെ വന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. വാവ്, വാട്ട് എ ബ്രേക്കിംഗ്! നല്ല ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിക്ക് കിട്ടുന്നത്. ഞാനൊരു ബ്രേക്ക് ടെസ്റ്റാണ് നടത്തിയത്. ഒരു കോൺഫിഡൻറ്റ് ബ്രേക്കിംഗ് തന്നെയാണ് ഈ വണ്ടിയിൽ കിട്ടിയിരിക്കുന്നത്. തന്നെ ഓട്ടോ ഓഫായിരിക്കുകയാണ് വണ്ടി. ഇനിയും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യിൽ 2 തവണ ഇങ്ങനെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓൺ ആവുന്നതാണ്. വാവ്, ഞാൻ ഇച്ചിരി കൂടുതൽ കൊടുത്തു. വളരെ സിമ്പിളായിട്ട് ക്ഷമയോടുകൂടി 2 എണ്ണം കൊടുത്താൽ മതി, വണ്ടി ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഈ വണ്ടി എടുക്കുക, ഉറപ്പായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെക്നോളജി വൈസ് ആണെങ്കിലും ഈ സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. വണ്ടി ഇപ്പോൾ തന്നെ ഓഫ് ആകുന്നുണ്ട്. 10% മോർ മൈലേജ് കിട്ടുമെന്നുള്ളത്. കാരണം ഇതുപോലെ നമ്മുടെ ഫ്യൂവൽ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ മൈലേജ് ഏറ്റവും കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ നോക്കുന്നവരെല്ലാം, പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടി പല ആൾക്കാരും ചോയ്സ് എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് എടുക്കേണ്ടത്. വളരെ താഴെ കാണുന്ന നമ്പറിൽ തന്നെ വിളിക്കുക. ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. നമ്മൾ തരുന്ന നമ്പർ എന്ന് പറയുന്നത് കോട്ടയം ഷോറൂമിൻ്റെ നമ്പറാണ്. ഇതിനകത്ത് ബോഡി ബാലൻസ് ടെക്നോളജി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ബാലൻസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലേഡീസിന് ഈസി ആയിട്ട് നമുക്ക് ഈ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ സ്മാർട്ട് XT കണക്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. വോയിസ് അസിസ്റ്റ് വരുന്നുണ്ട്, ഫൈൻഡ് മൈ വർക്കുകൾ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, കോൾ ആൻഡ് ടെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ആവറേജ് ഫ്യൂർ എക്കോണമി ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഇൻ വൺ ലോക്കാണ്. അതെന്ന് പറഞ്ഞാൽ സീറ്റും ഫ്യൂൽ ടാങ്കും നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റോപ്പ് ഗോ ടെക്നോളജിയാണ് നമ്മുടെ ഇൻ്റലിഗോ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10% മോർ മൈലേജ് കിട്ടുമെന്നുള്ളതാണ്. അതാണ് എടുത്തു പറയേണ്ട സംഭവം. സസ്പെൻഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റഡ് ട്വിൻ ട്യൂബ് ഇമൽഷനാണ് വരുന്നത്. നമ്മൾ നേരത്തെ വണ്ടികൾ സ്പ്ലെൻഡറിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റഡ് ഷോക്കാണ് വരിക. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 220 mm ഡിസ്കാണ്. കമ്പനിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 130 mm ഡിസ്ക്കാണ് വരുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ സെയിം തന്നെയാണ്. റിയറിൽ 130 mm ഡിസ്ക്കാണ് വരുന്നത്. വണ്ടിയുടെ കളേഴ്സ് വരുന്നത് 2 ഓപ്ഷനിലാണ്. ഡിസ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 2 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡോൺ ബ്ലൂ വരുന്നുണ്ട്, പിന്നെ അതുപോലെ കോപ്പർ മാറ്റ് കളർ വരുന്നുണ്ട്. ഡ്രം മോഡൽ XXC എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ വരുമ്പോൾ 2 ഓപ്ഷനാണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് ഞാൻ വഴിയെ പറയുന്നുണ്ട്. ഡ്രമ്മിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർലൈറ്റ് ബ്ലൂ ഗ്ലോസി എന്ന് പറഞ്ഞ കളറാണ് വരുന്നത്. സർവീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് ഇൻ്റർവൽ വരുന്നത് 500 to 750 അല്ലെങ്കിൽ 2 മാസത്തിലാണ് ആദ്യത്തെ സർവീസ്. രണ്ടാമത്തെ വരുന്നത് 5500 + 6500 കിലോമീറ്ററിലാണ് വരുന്നത്. അത് 6 മാസത്തിനുള്ളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഓയിലാണ്. അതാണ് ചെറിയൊരു ഗ്യാപ്പ് വരുന്നത്. 750 കഴിഞ്ഞ് പിന്നെ 5500 കിലോമീറ്ററിലാണ് ഇതിൻ്റെ സർവീസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 3 ഫ്രീ സർവീസാണ് ഈ വണ്ടിക്ക് വരിക. മൂന്നാമത്തെ സർവീസ് വരുന്നത് 11500 മൂന്നാമത്തെ സർവീസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങൾ വരിക. വണ്ടിയുടെ വാറണ്ടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ് ഈ വണ്ടിയുടെ വാറണ്ടി വരുന്നത്. വെയർ ആൻഡ് ടയറിനൊന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടിയാണ്. കൂടുതൽ ഡീറ്റെയിലൊക്കെ നമ്മുടെ റൈഡർ റിവ്യൂവിൽ ഞാൻ വ്യക്തമാണ് പറഞ്ഞിരുന്നു. അപ്പോൾ വണ്ടിയുടെ പ്രൈസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വണ്ടി 2 ഓപ്ഷനിലാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ക് SXC എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഫ്രണ്ട് ഡിസ്ക്കാണ് വരിക. ഓൺ റോഡ് പ്രൈസ് വരുന്ന ആ ഓപ്ഷന് 1,15,496 രൂപയാണ് ആ ഒരു ഓപ്ഷന് വരുന്നത്. ഇനി വേറൊരു ഓപ്ഷനുണ്ട്, അതെന്ന് പറയുന്നത് ഡ്രമ്മാണ്. അപ്പോൾ ഡ്രം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി, ഫ്രണ്ട് നമുക്ക് ഡിസ്ക് ഉണ്ടാവില്ല, അതിന് പകരം വരുന്നത് ഡ്രം ആയിരിക്കും വരിക. ഡ്രം XXCക്ക് വരിക 1,10,889 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും വാല്യൂസ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. നിങ്ങൾ എപ്പോൾ ബുക്ക് ചെയ്യുന്നു എന്നനുസരിച്ച് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്, പെർഫെക്റ്റ് ടൈമാണ്, ഓണം ടൈമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണോ നോക്കുക. കൃത്യമായ ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ iQube യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നമ്മുടെ ഫാമിലിക്ക് വേണ്ട എല്ലാ കാർ ആൻഡ് ബൈക്ക് വീഡിയോസും അതിൻ്റെ യൂസർ റിവ്യൂ വീഡിയോസും ഡിസ്ക്രിപ്ഷൻ വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിലായി വരുന്നുണ്ട്. ഞാൻ വളരെ പാടുപെട്ടാണ് നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ജോബാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല നല്ല വീഡിയോസിന് ചെയ്യാൻ പോലും താല്പര്യം കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, നല്ലൊരു സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി കാണാം. അതുവരേക്കും ബൈ ബൈ.